തദ്ദേശ തെരഞ്ഞെടുപ്പിന്റെ റിസൾട്ട് വന്നപ്പോൾ ഉറപ്പിച്ചിരുന്നു അടുത്ത ഭരണം കോൺഗ്രസിനാണ്, UDF ആണ് ഇനി കേരളം ഭരിക്കാൻ പോകുന്നത്. പക്ഷേ ദിവസങ്ങൾ കഴിഞ്ഞപ്പോൾ അതിലൊക്കെ മാറ്റം ഉണ്ടായി. അതല്ല, LDF 3.0 സർക്കാർ, അതായത് പിണറായി വിജയന്റെ നേതൃത്വത്തിൽ തന്നെ വരും. അങ്ങനെയല്ല, BJPക്ക് വലിയൊരു മുന്നേറ്റം ഉണ്ടാകുന്നു. ഇതെല്ലാം പറയുന്നു. എന്തിന് ഇപ്പോൾ UDF ഭരണത്തിൽ വന്നാൽ ജമാഅത്തെ ഇസ്ലാമി പോലെ മുസ്ലിം ഭരണകൂടം അല്ലെ മുസ്ലിം വിഭാഗമായിരിക്കും ഭരണം കൺട്രോൾ ചെയ്യുന്നത് എന്നൊരു നെറേറ്റീവ് വരുന്നുണ്ട്. ഇപ്പോൾ ABC ഉൾപ്പെടെയുള്ള ഓൺലൈൻ മാധ്യമങ്ങളൊക്കെ എല്ലാ വിഷയങ്ങളും ചർച്ച ചെയ്യും. നമ്മുടെ വിഷയത്തിൽ പറയുന്നത് ABC പോലും ഇപ്പോൾ ഇതാ മുസ്ലിം ഭരണത്തെ വരാൻ വേണ്ടി പിന്തുണയ്ക്കുന്ന നിലപാടെടുക്കുന്നു. എന്താണ് ഇങ്ങനെയുള്ള നെറേറ്റീവുകൾ ഉയർന്നു വരാൻ കാരണം? ഇല്ല, ഇത് ബേസിക്കലി വെള്ളാപ്പള്ളി നടേശൻ അഴിച്ചുവിട്ട ഒരു കൊടുങ്കാറ്റാണ്. വെള്ളാപ്പള്ളി നടേശനാണ് ബോൾഡായിട്ട് ആദ്യമായിട്ട് മുസ്ലിങ്ങൾ അനർഹമായത് നേടിയെടുക്കുന്നു എന്ന് പറഞ്ഞു. പിന്നെ മുസ്ലിങ്ങളെ അല്ല, ഞാൻ മുസ്ലിം ലീഗിനെയാണ് എന്നൊക്കെ പറഞ്ഞു. ബട്ട് ആ സന്ദേശം പോയി. മുസ്ലിം ലീഗാണെങ്കിൽ ഇതിൻ്റെ ഡേഞ്ചർ അവർക്കും വളരെ നന്നായിട്ടറിയാം. അതുകൊണ്ട് അവർ പറഞ്ഞു, ഞങ്ങൾ ഉപമുഖ്യമന്ത്രി സ്ഥാനം ചോദിക്കുകയില്ല, ഞങ്ങൾ കൂടുതൽ സീറ്റ് ചോദിക്കുകയില്ല, കോൺഗ്രസ് ചില സീറ്റുകൾ വെച്ചു മാറാൻ ആവശ്യപ്പെട്ടാൽ ഞങ്ങൾ അതിനും തയ്യാറാണ്. അതിന് കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, മുസ്ലിം ലീഗിനും ഇതിൻ്റെ ഡേഞ്ചർ മനസ്സിലായി. ഈ ഫാക്റ്റല്ല തിരഞ്ഞെടുപ്പിൽ, പെർസെപ്ഷനാണ്, ധാരണയുടെ പുറത്താണ് തിരഞ്ഞെടുപ്പ് നടക്കാറുള്ളത്. സിനിജി വളരെ നല്ല മനുഷ്യനായിരിക്കും, പക്ഷേ ഞാനും പ്രശ്നം ഒക്കെ ചേർന്നൊരു പ്രചരണമൊക്കെ നടത്തി സിനിജിയെ ഒരു വില്ലനാക്കി മാറ്റി. അടുത്തറിയാവുന്ന പോലും സിനിജിയോട് പറയും, ഇങ്ങനെയൊക്കെ പറയുന്നല്ലോ, അല്ല നിങ്ങൾക്കറിയാമല്ലോ, ഞങ്ങൾക്കറിയാം, പക്ഷേ മോശമാണ് കേട്ടോ ഇമ്പ്രഷൻ, ഇങ്ങനെ പറയും. അങ്ങനെ നശിപ്പിക്കും. ഇത് പൊളിറ്റിക്സിലെ ഒരു തന്ത്രമാണ്. വെള്ളാപ്പള്ളി അത്ര വലിയ തന്ത്രം വിചാരിച്ചിട്ട് ചെയ്തതാണെന്ന് ഞാൻ കരുതുന്നില്ല. പക്ഷേ വെള്ളാപ്പള്ളിയാണ് അതിൻ്റെ തുടക്കം. ഇത് പ്രോമിനൻസിൽ വരാനുള്ള ഒരു തുടക്കം വെള്ളാപ്പള്ളിയാണ്. അത് വാസ്തവത്തിൽ കേരള പൊളിറ്റിക്സിൽ ശരിക്ക് ഏറ്റവും എന്നുള്ളത് സത്യമാണ്. പിന്നെ കോൺഗ്രസ്സിന് പറ്റിയ അബദ്ധം എന്ന് വെച്ചാൽ ജമാഅത്തെ ഇസ്ലാമിയെ ന്യായീകരിക്കേണ്ട അവസ്ഥ വന്നു. മതരാഷ്ട്രവാദം ഇപ്പോഴവർക്കില്ല എന്ന് VD സതീശൻ ആവർത്തിച്ച് പറയേണ്ട ഗതികേട്. ജമാഅത്തെ ഇസ്ലാമി ഒന്നും മിണ്ടുന്നില്ല, ബട്ട് VD സതീശൻ ആവർത്തിച്ചുകൊണ്ടിരിക്കുന്നു. വാസ്തവത്തിൽ ജമാഅത്തെ ഇസ്ലാമി മതരാഷ്ട്രവാദം വിട്ടിട്ടൊന്നുമില്ല. സതീശൻ ഇങ്ങനെ പറഞ്ഞു നടക്കുന്നു എന്നുള്ളതല്ലാതെ അവർ വിട്ടിട്ടൊന്നുമില്ല. അത് വിട്ട് കഴിഞ്ഞാൽ പിന്നെ ജമാഅത്തെ ഇസ്ലാമി ഇല്ല. മതരാഷ്ട്രവാദമാണ് അവരുടെ കോർ. അതെങ്ങനെ അവർക്ക് വിടാൻ പറ്റില്ല? അപ്പോൾ ജമാഅത്തെ ഇസ്ലാമിയെ ന്യായീകരിച്ച് VD സതീശൻ വിഷമിച്ചു. മുസ്ലിം ലീഗ് ഇതിനെ ന്യായീകരിക്കുന്നില്ല. മുസ്ലിം ലീഗ് ജമാഅത്തെ ഇസ്ലാമിയെ ന്യായീകരിക്കുന്നൊന്നുമില്ല. അവർ മിണ്ടാതെ ഇങ്ങനെ നിൽക്കുകയാണ്. ഇപ്പോൾ സമസ്ത ഐക്യത്തിൻ്റെ പ്രമേയം വന്നു കഴിഞ്ഞപ്പോൾ അവരും ജമാഅത്തെ ഇസ്ലാമിയെയും മതരാഷ്ട്രവാദത്തെയും പരസ്യമായിട്ട് തള്ളിപ്പറഞ്ഞു എന്ന് പറഞ്ഞാൽ കോൺഗ്രസ്സിന് തള്ളിപ്പറഞ്ഞു എന്നാണ് അതിനർത്ഥം. ആണല്ലോ, ജമാഅത്തെ ഇസ്ലാമിയെ തള്ളിപ്പറയുമ്പോൾ കോൺഗ്രസ്സിനെ തള്ളിപ്പറഞ്ഞു, അതായത് UDFനെ തള്ളിപ്പറഞ്ഞു. UDFനെ തള്ളിപ്പറഞ്ഞു എന്ന് പറഞ്ഞാൽ മുസ്ലിം ലീഗിനെ തള്ളിപ്പറഞ്ഞു. സമസ്ത മുസ്ലിം ലീഗിനെ തള്ളിപ്പറയുക എന്ന് പറഞ്ഞാൽ നിസ്സാര സംഗതിയല്ല. മുസ്ലിം ലീഗിൻ്റെ ബേസിക് വോട്ടേഴ്സ് ആരാ? സമസ്തയാണ്. അപ്പോൾ ഇങ്ങനെ ആർക്കും എക്സ്പ്ലെയിൻ ചെയ്യാൻ പറ്റാത്ത ഒരു ഘട്ടത്തിൽ പോയി നിൽക്കുകയാണ് UDF. അതുകൊണ്ടാണ് ആൾക്കാർ ഇത്ര ഫ്ലൂയിഡായിട്ട് കിടക്കുന്ന ഈ UDFന് പിന്നെ ഒരു നേതാവുമില്ല. ഒരു നേതാവെന്ന് പറഞ്ഞ് ചൂണ്ടിക്കാണിക്കാൻ ആളില്ല. അപ്പോൾ അത്രയും ഫ്ലൂയിഡായിട്ടുള്ള ഒരു മുന്നണിക്ക് ജനങ്ങൾ വോട്ട് ചെയ്യാൻ സാധ്യത കുറവാണ്. അതുകൊണ്ട് പിണറായി വിജയൻ മൂന്നാമത് വരും. ഇതാണ് ആൾക്കാർ പറയുന്നതിൻ്റെ ലോജിക്ക്. അല്ലാതെ ഈ പറയുന്നവരെല്ലാം CPMകാരാണെന്നോ പിണറായി വിജയൻ്റെ നേതൃത്വം അംഗീകരിക്കുന്നവരാണെന്നോ ഒന്നും അർത്ഥമില്ല. സാമാന്യ ബുദ്ധിക്ക് അവർ നോക്കുമ്പോൾ ഇതിങ്ങനെയാണ് കിടക്കുന്നതെങ്കിൽ ഇപ്പുറത്തെ ആൾ ജയിക്കും. മൂന്നാമത്തെ ആൾ ഇപ്പോൾ BJP അധികാരത്തിൽ വരും എന്നൊക്കെ കടുത്ത BJPക്കാർ പോലും ഇത് ചെയ്യില്ലല്ലോ, ആർഗ്യൂ ചെയ്യില്ല. അപ്പോൾ പിന്നെ അധികാരത്തിൽ വരുന്നതാരാ? LDF. ഈ ലോജിക്ക് വെച്ചാണ്. ഇപ്പോൾ LDF അധികാരത്തിൽ വരും എന്നൊരാൾ പറഞ്ഞു കഴിഞ്ഞാൽ അയാൾ LDFന് വേണ്ടി ക്യാമ്പയിൻ ചെയ്യുന്നു, LDFന് സിന്ദാബാദ്, അങ്ങനെയല്ല. യാഥാർത്ഥ്യ ബോധത്തോടെ ഞാൻ ഈ പറഞ്ഞ് നോക്കിക്കഴിഞ്ഞാൽ ഇപ്പോൾ LDF വരുന്ന അവസ്ഥയുണ്ട്. അതേസമയം LDF ഉത്തരം പറയേണ്ടി വരുന്ന ധാരാളം ചോദ്യങ്ങളുണ്ട്.
ആ ചോദ്യങ്ങൾ ചോദിക്കുന്നതിന് പകരം ജമായത്തെ ഇസ്ലാമിയെ ന്യായീകരിക്കുന്ന അവസ്ഥയിലേക്ക് വി ഡി സതീശൻ ഡെയിലി പൊയ്ക്കൊണ്ടിരിക്കുന്നു. അതാണ് സതീശന് വന്ന ഗതികേട്. LDFും ബുദ്ധിപരമായിട്ട് ചെയ്യുന്നത് അവരുടെ നേർക്ക് അൺകംഫർട്ടബിൾ ചോദ്യങ്ങൾ വരാതെ ഈ തിരിച്ച് ജമായത്തെ ഇസ്ലാമി എന്നുള്ള തോക്കുകൊണ്ട് അവരെ UDFനെ വെടിവെച്ചുകൊണ്ടേയിരിക്കുന്നു. നമ്മളിത് കൃത്യമായിട്ട് അനലൈസ് ചെയ്യുമ്പോൾ എന്തുകൊണ്ടാണ് ABC ഉൾപ്പെടെയുള്ള ഓൺലൈൻ മാധ്യമങ്ങൾ മുസ്ലിം സമുദായത്തിന് അനുകൂലമായ നിലപാടെടുക്കുന്നു, അല്ലെ അവരെ പിന്തുണയ്ക്കുന്ന നിലപാടെടുക്കുന്നു എന്നുള്ളൊരു കഥ മെനഞ്ഞു വരുന്നത്? അല്ല, ഈ കഥകൾ പലതും മെനഞ്ഞു വരും. അത് കാര്യമായിട്ട് എടുക്കേണ്ട കാര്യമില്ല. ആർക്കാ എന്താ കഥ ഉണ്ടാക്കാൻ പറ്റാത്ത? ഞാൻ ആ കാര്യങ്ങളൊന്നും ഞാൻ ശ്രദ്ധിക്കാറില്ല. എൻ്റെ അഭിപ്രായം ഞാൻ തുറന്നു പറയുന്നു. അപ്പോൾ അത് ഇപ്പോൾ ഒരു മാസം കഴിയുമ്പോൾ ചിലപ്പോൾ ഞാൻ തിരിച്ച് UDF അധികാരത്തിൽ വരുമെന്നോ അങ്ങനെ പറഞ്ഞു വരും. അപ്പോൾ ഈ സോഷ്യൽ മീഡിയയിലെ ഒരു പറച്ചിലുണ്ടല്ലോ, എവിടെയെങ്കിലും ഒന്ന് ഉറച്ചു നിൽക്കടോ. എവിടെയെങ്കിലും ഉറച്ചു നിൽക്കുന്നത് അത്ര നല്ല കാര്യമല്ല. മനുഷ്യൻ മുന്നോട്ട് പൊക്കോണ്ടിരിക്കണം. നിന്നിടത്ത് തന്നെ നിൽക്കുന്നവൻ പുറകിലായി പോകും, അല്ലേ? അതെ. ഇത് മനസ്സിലാക്കാതെ എവിടെയെങ്കിലും ഒന്ന് ഉറച്ചു നിൽക്കടോ എന്ന് പറയുന്നത് ചായക്കട തർക്കത്തിലെ ഒരു ഭാഷയാണ്, അർത്ഥശൂന്യമാണത്. രാഷ്ട്രീയത്തിൽ നിങ്ങൾ അനാലിസിസ് നടത്തുമ്പോൾ ഓരോ ദിവസവും നിങ്ങളുടെ അനാലിസിസ് ചിലപ്പോൾ മാറും. ഞാൻ രാഷ്ട്രീയ അനാലിസിസ് നടക്കുമ്പോൾ ഞാൻ ഒരു നല്ല കടുത്ത BJP ചായവുള്ള മനുഷ്യനാണ്. ബട്ട് ഞാനൊരു അനാലിസിസ് നടത്തുമ്പോൾ എൻ്റെ ചായ്വ് മാറ്റി വെച്ചാണ് ഞാൻ അനലൈസ് ചെയ്യുന്നത്. കാര്യങ്ങൾ അനലൈസ് ചെയ്തിട്ട് ഞാൻ പറയുന്നു ഈ അവസ്ഥയിൽ പിണറായി വിജയനാണ് സാധ്യത എന്ന് പറയുന്നു. ഉടനെ ആൾക്കാർ അല്ലെങ്കിൽ പണ്ട് താൻ കമ്മ്യൂണിസ്റ്റ്. ഞാൻ കമ്മ്യൂണിസ്റ്റ് ആയതുകൊണ്ടല്ല, സാധ്യത പൊളിറ്റിക്കൽ റിയാലിറ്റി അതാണ്. 3-4 ദിവസം കഴിഞ്ഞു, സിറ്റുവേഷൻ മാറി, കറങ്ങിത്തിരിഞ്ഞ് UDFന് സാധ്യത വരുന്നു. ഞാൻ UDFന് സാധ്യത എന്ന് പറയും. ഇയാളുടെ 2 ആഴ്ച മുമ്പ് LDFന് സാധ്യത, ഇപ്പോൾ UDFന് സാധ്യത, ഈയൊക്കെ തലയ്ക്ക് വട്ടാണ് എന്ന് ചോദിച്ചാൽ എന്ത് പറയും? കാര്യങ്ങൾ അറിഞ്ഞുകൂടാത്തവർ അങ്ങനെ പലതും പറയും. അത് വഹിക്കേണ്ട കാര്യം. ABC ചാനലിൽ ഈ ഇരിക്കുന്ന 3 പേരാണ് പൊളിറ്റിക്കൽ അനാലിസിസ് നടത്തുന്നത്. ചാനലിന് സ്വയം ഒരു അനാലിസിസ് ചാനൽ ഒരു കമ്പനിയാണ്. അതിന് പ്രത്യേകിച്ച് അനലൈസ് ചെയ്യാനുള്ള കഴിവില്ല. അപ്പോൾ അതൊക്കെ അനാവശ്യമായ സംസാരങ്ങൾ അങ്ങനെ ഉണ്ടാകും, കാര്യമൊക്കെ. നിലവിലെ സാഹചര്യങ്ങളിലേക്ക് രാഷ്ട്രീയത്തിൻ്റെ ഒരു മാറ്റത്തിനനുസരിച്ച് അങ്ങനെയല്ലേ നമ്മൾ ഓരോ വിഷയத்தைയും ചർച്ച ചെയ്യേണ്ടത്? അത് തന്നെ. ഇപ്പം അത് TG പറഞ്ഞതുപോലെ നമ്മളിപ്പം ഈ കേരളത്തിലെ പൊളിറ്റിക്സ് എന്ന് പറയുമ്പോൾ LDF UDF മാത്രമായിരുന്നു. BJP അതിനകത്ത് വരാൻ തുടങ്ങിയ സമയം തൊട്ട് BJP ഒരു പ്രചരണം ഉണ്ടായിരുന്നു, BJP വന്നാൽ വർഗീയ ധ്രുവീകരണം ഉണ്ടാവും, BJP വന്നാൽ വർഗീയ ധ്രുവീകരണം ഉണ്ടാവും. അപ്പം BJP അങ്ങനെ പറയുന്നില്ല, ഞങ്ങൾ വർഗീയ ധ്രുവീകരണത്തിൻ്റെ പാർട്ടിയല്ല, സ്വതന്ത്രമായിട്ട് ജനാധിപത്യ സംവിധാനത്തിൽ എല്ലാവരെയും ഒരുമിച്ച് കൊണ്ടുപോകുന്ന പാർട്ടിയാണ്. എന്നാൽ വർഗീയ ധ്രുവീകരണം ഞങ്ങളിൽ ആരോപിക്കുമ്പോൾ ഈ വർഗീയ ധ്രുവീകരണമായിട്ട് മുന്നോട്ട് പോകുന്ന പാർട്ടി ശരിക്കും കോൺഗ്രസ് ആണെന്ന് പറയും. അപ്പോൾ അതിന് നമുക്ക് അതിനെപ്പറ്റി നേരത്തെ ഈ പോലെ ഇത് TVയും പത്രങ്ങളും ഒക്കെ ഉള്ളായിരുന്നു. അവർക്ക് ഈ പറഞ്ഞ താല്പര്യത്തിനനുസരിച്ചോ ഏതെങ്കിലും ഭാഗമായിട്ട്, ഇപ്പോൾ മനോരമയ്ക്കതിൻ്റെ ഭാഗമായിട്ട് സംസാരിക്കും. കഴിഞ്ഞ ദിവസം ഈ ഇദ്ദേഹത്തെ പ്രധാനമന്ത്രിയാക്കി 46% കൊണ്ട്. അങ്ങനെയല്ലെന്ന് യൂട്യൂബേഴ്സും മറ്റവരും മറിച്ചവരും ഒക്കെ ഓരോരുത്തരും വിശകലനം ചെയ്യാനും ഓരോന്നും പഠിക്കാനും തുടങ്ങിയപ്പോൾ ഇപ്പോൾ ഈ പറഞ്ഞതുപോലെ വെള്ളാപ്പള്ളി നടേശൻ പറഞ്ഞത് ശരിയാണോ, അല്ലെങ്കിൽ ആ കാര്യം ശരിയാണോ എന്നൊക്കെ പരിശോധിക്കുമ്പോൾ UDF അധികാരത്തിൽ വരുമ്പോഴെപ്പം എപ്പോഴും ഈ പറയുന്ന ഒരു പ്രത്യേക അല്ലെങ്കിൽ ന്യൂനപക്ഷത്തിൻ്റെ താല്പര്യങ്ങൾ, പ്രത്യേകിച്ച് മുസ്ലിം സമുദായത്തിൻ്റെ താല്പര്യം സംരക്ഷിച്ചു പോകുന്നതിന് വേണ്ടി അവർക്ക് കഴിയുന്നു. കാരണം അവർക്കിടെ ഒരു ഭാഗമെന്ന് പറയുന്നത് മുസ്ലിം ലീഗാണ്. മാത്രമല്ല കഴിഞ്ഞ ദിവസങ്ങളിൽ ഈ വിഷയം കത്തി നിൽക്കുമ്പോൾ തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളുടെ ഇലക്ഷൻ വരുമ്പോൾ ഭൂരിപക്ഷ ഏകീകരണമാണ് തിരുവനന്തപുരത്ത് സംഭവിച്ചതെന്ന് പറഞ്ഞപ്പം VD സതീശൻ അത് പറഞ്ഞപ്പോൾ തിരിച്ച് ചൂണ്ടിക്കാണിക്കാൻ, എന്നാൽ പിന്നെ ന്യൂനപക്ഷ ഏകീകരണം വലിയ മലപ്പുറത്ത് സംഭവിച്ചതെന്ന് ചൂണ്ടിക്കാണിക്കാൻ ഇവിടുത്തെ ജനാധിപത്യവും അല്ലെങ്കിൽ ചില യൂട്യൂബൊക്കെ ഉണ്ടാവും. മാത്രവുമല്ല ഈ പറയുന്ന മുസ്ലിം ലീഗിൻ്റെ മൊത്തത്തിലുള്ള അഭിപ്രായം ഞാൻ പറഞ്ഞു, മുസ്ലിം ലീഗിനകത്ത് തന്നെ അഭിപ്രായ വ്യത്യാസമുള്ളവരും ഈ തീവ്രതയുള്ളവരും ഒക്കെ ഉണ്ട്. ഷാജി പറയുന്ന മതമാണ് പ്രശ്നം. അപ്പം ഈ രീതി വന്നപ്പം ഇതിനെ അനുകൂലിച്ച്, അല്ലെങ്കിൽ ജമാഅത്തെ ഇസ്ലാമിയെ ഈ TG പറഞ്ഞതുപോലെ ജമാഅത്തെ ഇസ്ലാമി പറയുന്നില്ല അയാൾ വർഗീയ പാർട്ടി അല്ലാതാകുമോ, അല്ലെങ്കിൽ അവർക്ക് മതരാഷ്ട്രത്തിനകത്തുനിന്ന് പുറകോട്ട് പോയിട്ടുണ്ടെന്നോ ജനാധിപത്യത്തെ അംഗീകരിക്കുമെന്നോ ഭരണഘടനയെ അംഗീകരിക്കുമെന്നോ ഒന്നും പറയുന്നില്ല. ആ ഭരണഘടന അതുപോലെ ഇരിക്കും. പക്ഷേ അവരെ വെള്ളപൂശാൻ, കൂടെ നിർത്താൻ, ആര് എതിർത്താലും അവർ ഞങ്ങളുടെ ഭാഗമാണെന്ന് ഈ പറയുന്ന പ്രധാനപ്പെട്ട കക്ഷിയായിട്ടുള്ള നേതാക്കന്മാരില്ലെന്ന് പറയുമ്പോഴും
ഇപ്പം ഒരു നിർമ്മിത നേതാവുണ്ടല്ലോ, ആരാ VDS അയച്ച്. അങ്ങനെ പറയുമ്പോൾ ഈ രീതിയിലേക്ക് ചിന്ത വന്നു. അപ്പോൾ കേരളത്തിൽ ഇപ്പോൾ വരുന്നത്, ഞാൻ കാണുന്നത് ഒരു ഭാഗം ഹിന്ദു ഏകീകരണത്തിന് വേണ്ടി നിൽക്കുന്നു, UDF എന്ന് പറയുന്നത് മുസ്ലിം ഏകീകരണത്തിന് വേണ്ടി നിൽക്കുന്നു. എന്നാൽ സ്വതന്ത്രമായിട്ട് മതേതരത്വത്തിൻ്റെ ഭാഗമായിട്ട് നിൽക്കുന്ന ഇവരെ രണ്ടുപേരെയും തൊല്ലം ചെയ്യുമ്പോൾ പിണറായി വിജയൻ. അപ്പം അത് തന്നെയാണ് സമസ്ത കഴിഞ്ഞ ദിവസം പറഞ്ഞത്. കാന്തപുരം അതുകൊണ്ടാണ് മോദിയെ കണ്ടിട്ട് പറഞ്ഞത് ഇവിടെ ഈ പ്രശ്നങ്ങളൊന്നുമില്ല. അപ്പം അതുകൊണ്ട് തന്നെയാണ് ഇപ്പം ഇറങ്ങി തിരിഞ്ഞില്ല ഒറ്റയടിഞ്ഞ അക്ഷരമാവുന്നത് പോലെ സാധ്യത ഇല്ലെങ്കിൽ തന്നെ ഇപ്പം സാധ്യത പിണറായി വിജയൻ തന്നെയാണ് എന്നാണ് എനിക്ക് അതിനകത്തുനിന്ന് ബോധ്യമാകുന്നത്. അതായത് ഇത് വോട്ട് കിട്ടണമെങ്കിൽ, ജയിക്കണമെങ്കിൽ അജ്ഞത കൊണ്ടാണോ എന്ന് അറിയത്തില്ല, VD സതീശൻ കേരളത്തിലെ കറക്റ്റായിട്ടുള്ള യഥാർത്ഥ പൊളിറ്റിക്സ് മനസ്സിലാക്കാതെ, ഇവിടുത്തെ സമുദായത്തിൻ്റെ വോട്ടിംഗ് പെർസെൻറ്റ് മനസ്സിലാക്കാതെ ഏതോ ഒരു താല്പര്യത്തിനനുസരിച്ച് ജമാഅത്തെ ഇസ്ലാമിയെ കൂട്ടുപിടിക്കുന്നു. അതിനകത്ത് അദ്ദേഹം വിജയിക്കുമെന്നാണ് അദ്ദേഹത്തിൻ്റെ വിശ്വാസം. കാരണം വിജയിക്കാൻ വേണ്ടിയാണല്ലോ പുള്ളി പരിശ്രമിക്കുന്നത്. പക്ഷേ അത് അബദ്ധമായി പോയോ എന്നുള്ള കാര്യത്തിലേക്ക് ജനം ചർച്ച ചെയ്തു തുടങ്ങി. കോൺഗ്രസിനകത്ത് പോലും ആ ചർച്ച ഉരുത്തിരിഞ്ഞുകൊണ്ടിരിക്കുകയാണ്. ഈ ഭരണവിരുദ്ധ വികാരം ഉണ്ടെന്ന് നമ്മൾ കണക്കാക്കുന്നുണ്ട്. പക്ഷേ ആ അനുകൂലമായ സാഹചര്യത്തെ കോൺഗ്രസിന് കൃത്യമായിട്ട് മുതലെടുക്കാൻ കഴിയുന്നില്ല. പക്ഷേ മുസ്ലിം ലീഗ് പോലൊരു പാർട്ടിക്ക് 10 വർഷത്തിൽ കൂടുതൽ ഭരണത്തിൽ നിന്ന് അകന്നു നിൽക്കാൻ കഴിയില്ല, അണികളെ പിടിച്ചു നിർത്താൻ കഴിയില്ല. എന്ത് ചെയ്യും ഒരു മുസ്ലിം ലീഗ് എന്തെങ്കിലും ചെയ്യേണ്ടി വരും. അതിപ്പോൾ തെരഞ്ഞെടുപ്പ് വരെ UDF തുടരുകയെ അവർക്ക് മാർഗമുള്ളൂ. അത് കഴിയുമ്പോൾ എന്ത് ചെയ്യണമെന്ന് അവർക്ക് ആലോചിക്കേണ്ടി വരും. UDF അധികാരത്തിൽ വന്നില്ല. ഇപ്പോൾ പ്രശാന്ത് പറഞ്ഞതുപോലെ LDFന് നേരിയൊരു മുൻതൂക്കം ഈ ആർഗ്യുമെൻറ്റിൽ ഉണ്ട്. പക്ഷെ അത് മാറിമറിയാൻ വലിയ നേരമൊന്നും വേണ്ട. UDF വന്നു കഴിഞ്ഞാൽ മുസ്ലിം ആധിപത്യം ഉണ്ടാകും. LDFിലും മുസ്ലിം ആധിപത്യത്തിന് കുറവൊന്നുമില്ല. ജമാഅത്തെ ഇസ്ലാമി ഇപ്പോൾ അവരുടെ കൂടെയല്ല എന്നുള്ളത് കൊണ്ടാണ് ജമാഅത്തെ ഇസ്ലാമി വർഗീയമാകുന്നത്. മിനിഞ്ഞാന്ന് വരെ ജമാഅത്തെ ഇസ്ലാമി ഇവരുടെ കൂടെ ആയിരുന്നു. അതെ അതെ, അന്ന് ഇവർക്കൊരു കുഴപ്പമുണ്ടായിരുന്നില്ല. വർഗീയ പാർട്ടി അല്ലെന്ന്. പിണറായി വിജയൻ്റെ കാളും അല്പം പൊക്കമുള്ള കസേരയിൽ ഇരുന്ന ഒരു മനുഷ്യൻ അബ്ദുൽ നാസർ മദനിയാണ്. വേറെ ആർക്കും അങ്ങനെ ഇരിക്കാൻ പറ്റിയിട്ടില്ല. ഒപ്പം കസേരയിൽ ഇരുന്നിട്ടുണ്ട്. അതിൽ പൊക്കത്തിൽ കസേരയിൽ ഇരുന്നത് മദനിയാണ്. വീൽ ചെയർ ആയിക്കോട്ടെ. അപ്പോൾ ഇത് ചെയ്യുന്നതിൽ പിണറായി വിജയന് മോശമൊന്നുമല്ല. മുസ്ലിം സ്വാധീനം, മുസ്ലിം പൊളിറ്റിക്സിൻ്റെ സ്വാധീനം LDFിലും വളരെ നന്നായിട്ടുണ്ട്, വളരെ ശക്തമായിട്ടുണ്ട്. പാർട്ടിക്കുള്ളിലുണ്ട്, പുറത്തുണ്ട്. മുസ്ലിങ്ങളെ ഈ അൺറീസണബിൾ ആയിട്ടുള്ളൊരു ഡിമാൻഡ് മുസ്ലിങ്ങൾ വയ്ക്കുന്നു. പിണറായി വിജയന് അത് പറ്റില്ല എന്ന് പറയും. ഇങ്ങനൊരു സംഭവം കാണിച്ചു തരാമോ? ഇല്ല. കുറേ വർഷങ്ങൾക്ക് മുമ്പ് ഈ കാന്തപുരത്തിൻ്റെ മുടിപ്പള്ളി ഉണ്ടല്ലോ, മുടി ഒരു ബോഡി വേസ്റ്റ് അല്ലേ എന്ന് ചോദിച്ചിരുന്നു പിണറായി വിജയൻ. അതെ. ഇന്ന് പിണറായി വിജയൻ അത് ചോദിക്കുമോ? ഇല്ല. പണ്ട് ചോദിച്ചിരുന്നു എന്ന് ഓർമ്മിപ്പിച്ചാൽ അദ്ദേഹം അസ്വസ്ഥനാകും, ദേഷ്യപ്പെടും. അപ്പോൾ അതുകൊണ്ട് LDFന് മുസ്ലിം പൊളിറ്റിക്സ് ഇല്ല എന്നൊന്നും വിചാരിക്കരുത്. UDFനുള്ളതുപോലെ തന്നെ LDFനും മുസ്ലിം പൊളിറ്റിക്സും ഉണ്ട്. അല്ല, ഈ തിരുകേശ വിവാദം പൊളിച്ചത് തന്നെ മുസ്ലിം ലീഗ് ആയിരുന്നു. അതോടെ ചിന്ത മുസ്ലിം ലീഗ് പൊളിക്കുന്നു, പിണറായി വിജയൻ ഏറ്റെടുക്കുന്നു, അങ്ങനെയായിരുന്നില്ലേ അത്? അല്ല, പിണറായി വിജയൻ അന്നടിച്ച കമൻറ്റ് ഇതാണ്, മുടി ഒരു ബോഡി വേസ്റ്റാണ് എന്നാണെന്ന് പറഞ്ഞത്. അന്ന് അതിനെ ഒരുപാട് പേര് അഭിനന്ദിച്ചു. മുസ്ലിം ഇതിനെ ബോൾഡായിട്ട് നേരിടുന്ന ആൾ ബോൾഡായിട്ട് നേരിടും. ആ സമയവും സൗകര്യവും ഒക്കെ നോക്കിയിട്ടാണ്. ചിലപ്പോൾ വഴങ്ങിക്കൊടുക്കും, ചിലപ്പോൾ ബോൾഡായിട്ട് നേരിടും. ഇന്ന് ഏതായാലും കാന്തപുരം മുസ്ലിയാരെ പറ്റി, അദ്ദേഹത്തിൻ്റെ പള്ളിയെപ്പറ്റി അങ്ങനൊരു അഭിപ്രായം പറയാൻ പിണറായി തയ്യാറാവില്ല. ഇന്ന് കുരിശെന്ത് പിഴച്ചു എന്ന് ചോദിക്കുന്ന അടുത്ത് നിൽക്കുകയാണ് പിണറായി. അപ്പോൾ LDF മോശമൊന്നുമല്ല. ന്യൂനപക്ഷ പ്രകടനത്തിലും ഈ പറഞ്ഞ അവരുടെ ഭീഷണിക്ക് വഴങ്ങലും. ഇപ്പം ഈ നടക്കുന്നൊരു കളിയില്ലേ, NSSന് കിട്ടിയ വിധിയുടെ ആനുകൂല്യം മറ്റ് സമുദായങ്ങൾക്കും ബാധകമാക്കണം. ഇതെന്താ സംഭവം? കുറേ ദിവസമായിട്ട് ക്രൈസ്തവ സഭയാണ് അത് ഡിമാൻഡ് ചെയ്യുന്നത്. ഞാൻ മനസ്സിലാക്കി, ഈ ഒരു ഡീറ്റെയിൽ പത്രത്തിൽ വരുന്നില്ല. NSSന് കിട്ടിയ ആനുകൂല്യം, എയ്ഡഡ് കോളേജിന് കിട്ടിയ ആനുകൂല്യം, അത് മറ്റുള്ളവർക്കും കിട്ടണം. എന്ത് ഈ ആനുകൂല്യം? വികലാംഗന്മാരുടെ നിയമനമാണ്.
വികലാംഗന്മാരെ ഇത്ര ശതമാനം നിയമിക്കണമെന്ന് മറ്റുമുണ്ട്. ഞാനീ പറഞ്ഞത് തെറ്റാണെങ്കിൽ തിരുത്തിക്കൂടെ. ഞാൻ അതിൻ്റെ ഡീറ്റെയിൽസ് അന്വേഷിച്ച് എനിക്ക് കിട്ടിയില്ല. ഈ നിയമം കേന്ദ്ര നിയമമോ അങ്ങനെ എന്തോ ആണ്, ഡയറക്റ്റീവ്സാണ്. അതിൽ നിന്ന് NSSൻ്റെ കോളേജസിനെ അവർ ഒഴിവാക്കി സുപ്രീം കോടതിയിൽ നിന്നൊരു വിധി വാങ്ങിച്ചു. ആ വിധി മറ്റ് കോളേജുകൾക്ക് ബാധകമാക്കണമെന്നാണ്. ബാധകമാക്കണമെങ്കിൽ ഇവർ സുപ്രീം കോടതിയിൽ പോകണം. അവർക്ക് കൊടുത്തു, എനിക്കും തരണം, എൻ്റെ കോളേജും ഇങ്ങനെയൊക്കെയാണെന്നൊക്കെ പറഞ്ഞിട്ട് സുപ്രീം കോടതിയിൽ പോകണം. അതിന് പകരം പിണറായി വിജയൻ ഒരു ഉത്തരവിറക്കിയിട്ട് ഇത് അവർക്ക് കിട്ടിയത് കൊണ്ട് ഇവർക്കും കൂടെ കിട്ടും, അതിന് നിയമോപദേശം കിട്ടിപ്പോലുന്നത്, അത് സബൂറാക്കണം. ആരെയാണ് എല്ലാവരും കൂടെ ചേർന്ന് ഇല്ലാതെയാക്കുന്നത്? വികലാംഗൻ. ഈ മഹാഭാവൻ ചോദ്യം ചെയ്യാൻ കേരളത്തിൽ ആരെങ്കിലും ഉണ്ടോ? ആരുമില്ല. എല്ലാവരും ഏകാഭിപ്രായക്കാരാണ്. കഷ്ടമാണ് കേരളത്തിലെ കാര്യം. അത് അങ്ങനെയാണ്. കേരളത്തിൽ വന്നും പോയും കഴിയുമ്പോൾ വലിയ സെക്യുലർ എന്ന് പറയുന്ന കേരളത്തിൽ മതത്തിൻ്റെ ചർച്ചയായിരിക്കും തെരഞ്ഞെടുപ്പിൻ്റെ സമയത്ത് മൂർധന്യത്തിൽ നിൽക്കുന്നത്. ആരാണ് മതവാദി, ആരാണ് മതേതരവാദി, ഈ ചർച്ചയിലാണ് കേരളം എപ്പോഴും പോയി നിൽക്കാറുള്ളത്. വാസ്തവത്തിൽ മതഭീകരതയേക്കാൾ വലുതാണ് കേരളത്തിലെ മതേതര ഭീകരത. ഇത് സിവിക് ചന്ദ്രൻ പറഞ്ഞതാണ് കേട്ടോ. അദ്ദേഹത്തിൽ നിന്ന് കടമെടുത്തതാണ് ഞാൻ. എനിക്കത് ഇഷ്ടപ്പെട്ടു. അതുകൊണ്ട് മതേതര ഭീകരവാദികളെ കൊണ്ട് വേണ്ടി നടക്കാൻ മേലെ ഇവിടെ. മതഭീകരവാദികൾ പിന്നെയും നമുക്കറിയാം, അയാൾ ഇന്ന മതത്തിലാണ്, ഇന്നതാണ് അയാളുടെ ഐഡിയ. ഈ മതേതര ഭീകരവാദി വല്ലാത്ത ഇതാണ്. അവന് തിരിഞ്ഞും മറിഞ്ഞും ഒക്കെ കളിക്കും. അവൻ കളിക്കുന്ന കളിയെല്ലാം മതേതരമാണെന്ന് നമ്മൾ അംഗീകരിച്ചു കൊടുക്കണം. ആ രീതിയിലാണ്. ഇത് ഇടതുപക്ഷത്താണ് ഏറ്റവും കൂടുതലുള്ളത്, ഈ കപട മതേതരവാദികൾ. അപ്പോൾ അവർ മോശമൊന്നുമല്ല. ഇവരിപ്പോൾ ലൈം ലൈറ്റിൽ നിൽക്കുന്നു. ഈ ജമാഅത്തെ ഇസ്ലാമി എന്നുള്ള സാധനം ഈ ഭാണ്ഡക്കെട്ടെടുത്ത് VD സതീശൻ തലയിൽ വെച്ചു. അപ്പോൾ പ്രകടമായിട്ട് എല്ലാവർക്കും കാണാം, ദേ തലയിലിരിക്കുന്നു. മറ്റവരുടെ തലയിലല്ല, അവർ കക്ഷത്തിൽ വെച്ചിട്ട് പുറത്തൂടെ ഷർട്ടിട്ട് നടക്കുക. കൂടുതൽ വാർത്തകളും വിശേഷങ്ങളും നിങ്ങളിലേക്ക് എത്താൻ ABC മലയാളം സബ്സ്ക്രൈബ് ചെയ്യുക, ബെൽ ബട്ടണും അമർത്തുക.